പ്രവചനങ്ങളുടെ കളിത്തട്ടിൽ ഇത്തവണത്തെ കറുത്ത കുതിരകളാകാൻ വന്നവരായിരുന്നു നെതർലാൻഡ്സ്. കിരീടമോഹവുമായി വന്ന ആ ഡച്ച് പടയാണ് മൊറോക്കൻ അത്ഭുതം തങ്ങളുടെ പോരാട്ട വീര്യം കൊണ്ട് ഇന്ന് മുട്ടുകുത്തിച്ചിരിക്കുന്നത്. ലോകകപ്പ് മോഹങ്ങൾ മൈതാനത്ത് ഉപേക്ഷിച്ച് നെതർലൻഡ്സ് മടങ്ങുമ്പോൾ ഫുട്ബോൾ ലോകം വീണ്ടും ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ലോകകപ്പിലായിരിക്കണം കായിക ലോകം മൊറോക്കോ എന്ന ആഫ്രിക്കൻ കരുത്തിനെ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അന്ന് ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ ഭയപ്പെടണമെന്ന്. മൈതാനത്തെ വെറും ഒരു മത്സരത്തിനപ്പുറം ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുന്നവരാണ് തങ്ങളെന്ന് അവർ ഇന്നും തെളിയിച്ചു. ചരിത്രവും പാരമ്പര്യവും നെതർലൻഡ്സിന് അനുകൂലമായിരുന്നിരിക്കാം. പക്ഷേ മൊറോക്കോയുടെ കയ്യിലുണ്ടായിരുന്നത് കഠിന പ്രയത്നത്തിലൂടെയും തളരാത്ത വീര്യത്തിലൂടെയും അവർ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളായിരുന്നു. ആ കഠിനാധ്വാനം ഓരോ മത്സരത്തിലും കളിയിലും സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നു. ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യ പകുതിയിലേക്ക് വരുമ്പോൾ ഇരു ടീമുകളും തത്തുല്യമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചത്. എന്നാൽ കടുത്ത സമ്മർദ്ദങ്ങളുടെ രണ്ടാം പകുതിയിൽ കഥ മാറി. ഒടുവിൽ 72-ാം മിനിറ്റിൽ നെതർലൻഡ്സിന്റെ കോഡി ഗാക്പോ മൊറോക്കൻ വല കൊലുക്കുന്നു. തീർത്തും വൈകാരികമായ നിമിഷം. ഡച്ച് ക്യാമ്പിൽ വൻ ആഘോഷം. വിജയം ഉറപ്പിച്ചെന്ന് കരുതി നെതർലൻഡ്സ് ആശ്വസിച്ചിരുന്ന നിമിഷം. പക്ഷേ യഥാർത്ഥ ഷോക്ക് കാത്തിരുന്നത് 90-ാം മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിലായിരുന്നു. ഡച്ച് ഡിഫൻസിനെ ഞെട്ടിച്ചുകൊണ്ട് മൊറോക്കോയുടെ ഡിയോപ്പ് വക ആശ്വാസ ഗോൾ. കളി ഒടുവിൽ സമനിലയിൽ. നെതർലൻഡ്സ് ഞെട്ടിത്തരിച്ചു പോയ നിമിഷം. അതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങും. ഇരുപക്ഷത്തും കടുത്ത സമ്മർദ്ദവും ആക്രമണ ഫുട്ബോളും. പക്ഷേ അധിക സമയത്തും ഗോൾ നേടാനാവാതെ വന്നതോടെ കളി ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. കഴിഞ്ഞ ലോകകപ്പിൽ സ്പെയിനിനെ പെനാൽറ്റിയിൽ മുട്ടുകുത്തിച്ച യാസിൻ ബോണോ എന്ന ആഫ്രിക്കൻ പുലിയെ അറിയുന്നവർ മൊറോക്കോയുടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ടാവും. എങ്കിലും ഫുട്ബോൾ ചിലപ്പോഴൊക്കെ ഭാഗ്യ പരീക്ഷണം കൂടിയാണല്ലോ, പ്രത്യേകിച്ച് പെനാൽറ്റി ബോക്സിന് മുന്നിൽ നിൽക്കുമ്പോൾ. ഷൂട്ടൌട്ടിൽ നെതർലൻഡ്സിനായി ഹ്യൂപ്പ് മെയ്നേഴ്സും വാഗ്ഹേഴ്സും വലകുലുക്കിയപ്പോൾ മൊറോക്കോക്കായി റഹീമിയും താൽബിയും സൈബേരിയും ലക്ഷ്യം കണ്ടു. ഡച്ചുകാരുടെ അവസാന നിർണായക കിക്കെടുക്കാൻ വന്ന സമ്മർവില്ലയുടെ ഷോട്ട് അസാമാന്യ മെയ്വഴക്കത്തോടെ യാസിൻ ബോണോ തട്ടിയകറ്റിയപ്പോൾ നെതർലൻഡ്സിന്റെ ഹൃദയം തകർന്നു. പിന്നാലെ വന്ന കിക്ക് സൈബാരി അനായാസം വലയിലാക്കിയതോടെ സ്റ്റേഡിയം മൊറോക്കൻ ആവേശത്തിന്റെ അറബിക്കടലായി മാറി. ഒരു ഗംഭീര ക്ലൈമാക്സിലൂടെ ആ മൊറോക്കൻ മിറാക്കിൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അവർ ഇതാ റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. കോച്ച് ഔഹാബിയുടെ പിള്ളേർ വീണ്ടും തെളിയിക്കുന്നു തങ്ങളുടെ അത്ഭുത കഥകൾ അവസാനിച്ചിട്ടില്ലെന്ന്.